ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് മൊഡ്യൂൾ 2 ലെക്ചർ 3 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞു നിർത്തിയത്? സൂപ്പർ എലിവേഷൻ എന്താണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ സിലബസിൽ ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് എന്നൊരു പോർഷൻ ഇല്ലേ, അതിൽ വരുന്നതാണ് കേട്ടോ ഈ സൂപ്പർ എലിവേഷൻ ഒക്കെ. ആ ഒരു സൂപ്പർ എലിവേഷൻ എന്ന ടേം സിലബസിൽ ഇല്ല എന്ന് വെച്ചിട്ട് ഈ പോർഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അനാലിസിസ് ഓഫ് സൂപ്പർ എലിവേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പം ഒരു വെഹിക്കിൾ ഒരു സർക്കുലർ കേർവ് ഓഫ് റേഡിയസ് 6 എന്നൊരു സർക്കുലർ കേർവിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു വെഹിക്കിൾ ഉണ്ടാകുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ വെഹിക്കിൾ മൂവ് ചെയ്യുന്നത് v മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആ ഒരു വെഹിക്കിൾ ഉണ്ടാകുന്ന ഫോഴ്സസ്, അതിലെ ഫസ്റ്റ് വൺ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് P = W(V²/GR). ആ ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ആ ഒരു വെഹിക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് പുറത്തോട്ട് ഹൊറിസോണ്ടലി ഔട്ട്വേർഡിലോട്ടായിരിക്കും അതിന്റെ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് വെഹിക്കിളിന്റെ വെയിറ്റ് W, അത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് താഴോട്ടായിരിക്കും, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. അടുത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. എവിടാണ്? വെഹിക്കിളിന്റെ വീലും പേയ്മെന്റും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് ട്രാൻസ്വേഴ്സ്ലി അലോങ് ദി പേയ്മെന്റ് സർഫസ് ആയിരിക്കും, ടുവേഴ്സ് ദി സെന്റർ ഓഫ് ദി കർവ് ആയിരിക്കും അതിന്റെ ഒരു ഡയറക്ഷൻ. ഓക്കെ, അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, വെഹിക്കിളിന്റെ വെയിറ്റ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഈ 3 ഫോഴ്സസുമാണ് ഒരു വെഹിക്കിളിൽ, ഒരു സർക്കുലർ കർവിൽ കൂടെ പോകുന്ന വെഹിക്കിൾ ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സൂപ്പർ എലിവേഷൻ അനാലിസിസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് വെച്ചാൽ ഒരു റോഡിന്റെ സർഫസ് ഔട്ടർ എഡ്ജ് ഇച്ചിരി എന്താണ് എലിവേറ്റ് ചെയ്തു, റൈസ് ചെയ്തിരിക്കുവാണ്, സൂപ്പർ എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കേസിലുള്ള ഒരു ഇമേജ് ആണ് കൊടുക്കുന്നത്. റോഡ് സർഫസ്, ഇതൊരു വെഹിക്കിളാണ്, അതിന്റെ വീൽ നമ്പർ 1ഉം വീൽ നമ്പർ 2 ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതനുസരിച്ച് എന്താണ് ആദ്യത്തെ ഫോഴ്സ് വെഹിക്കിൾ ഉണ്ടാകുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് P ഉണ്ടാവും അല്ലെ. അത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഹൊറിസോണ്ടലി പുറത്തോട്ട് വരുന്നു. അടുത്ത ഫോഴ്സ് എന്താണ്? താഴോട്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് താഴോട്ട് W എന്നൊരു വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ ഉണ്ട്. ഓക്കെ, ഇനി ഈ പറഞ്ഞ Pനെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് പറയാം അല്ലെ. എന്തൊക്കെയാണ്? P കോസ് തീറ്റയും താഴോട്ട് P സൈൻ തീറ്റയും. അതേപോലെ Wനെ നമുക്ക് W സൈൻ തീറ്റ ഇങ്ങോട്ടും W കോസ് തീറ്റ താഴോട്ടും. ഓക്കെ, ഇവിടെ ആരോ കൊടുത്തിട്ടില്ല, താഴോട്ടാണെന്നുള്ളത് മനസ്സിലാക്കിക്കോണേ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് ആരോ കൊടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അങ്ങനെ Wയും Pയും ഉണ്ട്, അതിന്റെ 2 കമ്പോണൻസുമായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് കൊടുക്കും. അതിന്റെ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിസൈൻ സ്പീഡ് v മീറ്റർ പെർ സെക്കൻഡും ആണ്, റേഡിയസ് ഓഫ് ദി സർക്കുലർ കർവ് 6 മീറ്റേഴ്സും ആണെങ്കിൽ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി വെഹിക്കിൾ, ഒന്ന് വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ താഴോട്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഹൊറിസോണ്ടലി ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്താണ്? വീൽസിന്റെ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. 1 എന്ന പോയിന്റിലും 2 എന്ന പോയിന്റിലും ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പം 1 എന്ന വീലിന്റെ അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് അതിനെ F1ഉം മറ്റേത് F2ഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ H = 0 എന്നൊരു ഇക്വേഷൻ. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം സിഗ്മ H = 0 ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ നമ്മൾ ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ എഴുതാം? P കോസ് തീറ്റ = W സൈൻ തീറ്റ പ്ലസ്, ഇങ്ങോട്ടാണല്ലോ F1ഉം ഇങ്ങോട്ടാണ് F2 അല്ലെ. അപ്പം P കോസ് തീറ്റ അങ്ങോട്ടായതുകൊണ്ട് P കോസ് തീറ്റ = W സൈൻ തീറ്റ പ്ലസ് F1 പ്ലസ് F2. ഓക്കെ, അങ്ങനെ എഴുതാലോ. ഇനി F1 എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, അതാണ് സ്മോൾ എഫ് ഇൻറ്റു അവിടുത്തെ റിയാക്ഷൻ 1 എന്ന പോയിന്റിൽ 1 എന്ന വീല് ഇരിക്കുന്ന ആ ഒരു പേയ്മെന്റ് സർഫസിൽ റിയാക്ഷൻ മേലോട്ടുണ്ടാവും, അതാണ് R1. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. F1 എന്ന് പറയുമ്പം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സ്മോൾ എഫ് ഇൻറ്റു അവിടുത്തെ റിയാക്ഷൻ R1 പ്ലസ് F2 എന്ന് പറയുന്ന ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ സ്മോൾ എഫ് ഇൻറ്റു അവിടുത്തെ റിയാക്ഷൻ R2. അതിലെ സ്മോൾ എഫ് നമുക്ക് കോമൺ ആയിട്ട് എഴുതാം, R1 പ്ലസ് R2 എന്നാവും. ഇനി R1 പ്ലസ് R2 എന്ന് പറയുന്നത് മേലോട്ടാണല്ലോ അല്ലെ, അതിന്റെ ഡയറക്ഷൻ മേലോട്ടാണ്, R1 പ്ലസ് R2. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? R1 പ്ലസ് R2 എന്ന് പകരം P കോസ് സൈൻ തീറ്റ പ്ലസ് W കോസ് തീറ്റ, അത് താഴോട്ടാണല്ലോ. ഓക്കെ, അപ്പം R1 പ്ലസ് R2 എന്ന് പകരം P സൈൻ തീറ്റ പ്ലസ് W കോസ് തീറ്റ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് P വരുന്ന ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലോട്ടും W വരുന്ന ടേംസ് എല്ലാം റൈറ്റ് സൈഡിലോട്ടും നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ, P കോസ് തീറ്റ മൈനസ് F ഇൻറ്റു P സൈൻ തീറ്റ W സൈൻ തീറ്റ പ്ലസ് F ഇൻറ്റു W കോസ് തീറ്റ എന്ന ഇക്വേഷൻ വരും. ഓക്കെ, എന്നിട്ട് ഇക്വേഷൻ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെടുക്കണം? ഈ ഒരു ഇക്വേഷനെ W കോസ് തീറ്റ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 2 സൈഡിനെയും, ഈ സൈഡിനെ ഡിവൈഡ് ചെയ്തു, ഈ സൈഡിനെ ഡിവൈഡ് ചെയ്തു. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? P കോസ് തീറ്റ ഡിവൈഡ് ബൈ W കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയും കട്ടായിട്ട് ബാക്കി P ബൈ W മൈനസ്
ഇനി എഫ് അവിടെ ഉണ്ട്, പിന്നെ പി ബൈ ഡബ്ല്യു അവിടെ കാണും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ, ഈക്വൽ ടു ഇപ്പുറത്ത് അതേപോലെ ഡബ്ല്യു ഡബ്ല്യു കട്ടായിപ്പും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ വരും. പ്ലസ് അടുത്തത് ഡബ്ല്യുവും ഡബ്ല്യുവും കട്ടാകും, ബാക്കി എഫ് ഉണ്ട്. കോസ് തീറ്റയും കട്ടായി, ബാക്കി എഫ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം, ഈ ഒരു സൈഡിൽ നിന്ന് പി ബൈ ഡബ്ല്യു കോമൺ ആയിട്ട് എഴുതി അല്ലേ, ബാക്കി 1 മൈനസ് എഫ് ഇൻറ്റു ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് എഫ് എന്നാവും. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താ പി ബൈ ഡബ്ല്യു ഈക്വൽ ടു എന്ന് വരണം. അപ്പം പി ബൈ ഡബ്ല്യു ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ ആക്കാൻ വേണ്ടി പി ബൈ ഡബ്ല്യു ഈക്വൽ ടു ഈ ഒരു ടേം ഡിവൈഡഡ് ബൈ എന്ന് വരും. ടാൻ തീറ്റ പ്ലസ് എഫ് ഡിവൈഡ് ബൈ 1 മൈനസ് എഫ് ഇൻറ്റു ടാൻ തീറ്റ എന്ന് എഴുതി. ഇനി ഇതിലെ ഈ എഫ് ഇൻറ്റു ടാൻ തീറ്റ ഇല്ലേ, അതെന്ന് പറയുന്നത് ജസ്റ്റ് 0.01 അത്രയേ ഉള്ളൂ. എഫ് ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് 0.01 ആണ്. കാര്യം എഫ് എന്ന് വെച്ചാൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 0.15 എടുക്കാറ്. പിന്നെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ഇ ആണല്ലേ, സൂപ്പർ എലിവേഷന്റെ വാല്യൂ ആണ്. ആ സ്മോൾ ഇ എന്നും നമ്മൾ പറഞ്ഞായിരുന്നു 0.07 ആണ് നമ്മൾ നോർമലി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടേംസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും എഫ് ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് 0.01 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ 1 മൈനസ് 0.01 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 0.99 എന്ന് വെച്ചാൽ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആ താഴത്തെ ടേം നമുക്ക് അങ്ങ് നെഗ്ലിജിബിൾ ആണ്, നമുക്കത് എടുക്കണ്ട. ഓക്കെ, അപ്പം മേളത്തെ ടാൻ തീറ്റ പ്ലസ് എഫ് എന്ന് മാത്രമാവും. പി ബൈ ഡബ്ല്യു ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് എഫ് എന്നായി. ആ ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഇ ആണല്ലേ, നമ്മൾ സൂപ്പർ എലിവേഷന്റെ ആ ഒരു ആദ്യത്തെ സ്ലൈഡ് പറഞ്ഞപ്പം ആ പടം വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇ തന്നെയാണ്. ഓക്കെ, അപ്പം ടാൻ തീറ്റയ്ക്ക് പകരം ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ബൈ ഡബ്ല്യു ഈക്വൽ ടു ഇ പ്ലസ് എഫ്. ഓക്കെ, പിന്നെ നമുക്കറിയാം പി ബൈ ഡബ്ല്യു അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ റേഷ്യോ എന്ന് പറയുന്നത്, ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് പി ബൈ ഡബ്ല്യു ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഫൈനലി സൂപ്പർ എലിവേഷൻ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഡിറൈവ് ചെയ്ത് വരുന്ന ഇക്വേഷൻ ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. ഇതിൽ ഇ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ആണ്, അത് ടാൻ തീറ്റ തന്നെ. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഡിസൈൻ വാല്യൂ ഓഫ് ലാറ്ററൽ ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് ആണ്, അതിന് 0.15 ആണ് നമ്മൾ എടുക്കാറ്. വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ മീറ്റർ പെർ സെക്കൻഡിൽ, 6 റേഡിയസ് ഓഫ് ദി ഹൊറിസോണ്ടൽ കർവ് മീറ്ററിലായിരിക്കും. ജി എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കാം. ദ റേഡിയസ് ഓഫ് എ ഹൊറിസോണ്ടൽ കർവ് 100 മീറ്റർ, 6 തന്നിട്ടുണ്ട്. ഡിസൈൻ സ്പീഡ് ഇസ് 50 km/h. ഓക്കെ, വിയുടെ വാല്യൂ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആയത് കാൽക്കുലേറ്റ് ദി സൂപ്പർ എലിവേഷൻ. ഈ കണ്ടുപിടിക്കാനാണ് റിക്വയർഡ് ഇഫ് ഫുൾ ലാറ്ററൽ ഫ്രിക്ഷൻ ഈസ് അസ്യൂം ടു ബി ഡെവലപ്പ്. അപ്പം ജസ്റ്റ് എന്താണ്, എഫ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഈ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് വെലോസിറ്റി എത്രയാണ്, 50 km/h. അപ്പം നിങ്ങൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ആ km/h അങ്ങോട്ട് മീറ്ററിലാക്കുക, മീറ്റർ പെർ സെക്കൻഡ് ആക്കുക. ഓക്കെ, അതെങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ 50 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 50 ഇൻറ്റു 5/18. ഓക്കെ, 50 ഇൻറ്റു 5/18, 18. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂ എന്ന് പറയുന്നത് കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ആൻസർ കിട്ടും. ഓക്കെ, 50 ഇൻറ്റു 5/18 ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. 50 km/h 50 km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷനാണ്. ആ കിലോമീറ്ററിലുള്ള വാല്യൂ ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ കിട്ടുന്നത് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. അപ്പം വീനെ അങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് വെക്കണം ആദ്യം. എന്നിട്ട് 6 മീറ്ററിൽ തന്നെ 100 തന്നിട്ടുണ്ട്, എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി എന്താ എടുക്കണം, നമ്മുടെ ആ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷനില്ലേ, ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. ഓക്കെ, ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇത് km/h വാല്യൂ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഉള്ള ഇക്വേഷൻ, ഇത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൂടുതലും km/h വാല്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. നിങ്ങൾ അത് നോക്കണ്ട, നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. കാര്യം പിന്നീട് അത് ഒത്തിരി തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ 127 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എക്സാമിന് വേറെ ഏതെങ്കിലും വാല്യൂ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടേക്കുക, ഇത്രയും മാത്രം നോക്കുക. ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ, അത് മാത്രം നോക്കുക. ഇനി ഇതിൽ ഈ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. എഫ് ഉണ്ട്, എത്രയാണ് 0.15 പറഞ്ഞിട്ടുണ്ട്. വിയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം, നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കിയൊരു വാല്യൂ ഉണ്ടാവുമല്ലോ, ഇതിലത് കൊടുത്തിട്ടില്ല കറക്റ്റ്, ആ വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂ വേണം വിയുടെ സ്ഥാനത്ത് കൊടുക്കാൻ. ഡിവൈഡ് ബൈ ജി ഇൻറ്റു ആർ, 9.81 ഇൻറ്റു 100. അപ്പോൾ ചെയ്ത് കിട്ടുന്നത്, പിന്നെ ഈ വാല്യൂ ഇപ്പുറത്തോട്ട് വന്ന് അങ്ങനെ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്, നിങ്ങളുടെ ഇയുടെ വാല്യൂ, സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ. therefore സൂപ്പർ എലിവേഷൻ റേറ്റ് വെൻ ഫുൾ ലാറ്ററൽ ഫ്രിക്ഷൻ ഇസ് ഡെവലപ്ഡ് ഈസ് 0.047. ഓക്കെ, അതിനെ 1/8
എഴുതാൻ വേണ്ടി 1 × 1 2 അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 1 ഈ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 21.2 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഈ ആൻസർ എഴുതിയാലും മതി. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നീഡഡ് ഇഫ് നോ സൂപ്പർ എലിവേഷൻ ഈസ് പ്രൊവൈഡഡ് എന്ന് വെച്ചാൽ എഫ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഇഫ് സൂപ്പർ എലിവേഷൻ ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇയുടെ വാല്യൂ 0 ആണെങ്കിലുള്ള എഫ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അതേപോലെ എഴുതി E+F=v²/gr. ഇയുടെ വാല്യൂ 0 കൊടുത്തു. ബാക്കി F=v²/gr വിയുടെ സ്ഥാനത്ത് km/h m/s ആക്കിയ വാല്യൂ കൊടുക്കുക, ജി കൊടുക്കുക, ആർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.19 ആയിരിക്കും. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നോക്കണ്ട കേട്ടോ. ഇത് ക്യാപിറ്റൽ വി എന്ന് വെച്ചാൽ 50 തന്നെ കൊടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അത് നോക്കണ്ട. E+F=v²/gr നോക്കുക. വി ആ ഒരു ഇക്വേഷനിൽ കൊടുക്കേണ്ട വിയുടെ വാല്യൂ എന്ന് പറയുന്നത് m/s ആക്കണം. m/s എന്ന് വെച്ചാൽ അത് ആക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ km/h ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതേ ഇൻറ്റു 5/18 18 ചെയ്യുക. ആ കിട്ടുന്നത് m/s ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഇയും കറസ്പോണ്ടിങ് എഫും ഒക്കെ കിട്ടും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് km/h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഇക്വേഷനോട് പഠിച്ചോളൂ. ഇല്ലെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ E+F=v²/gr ആണ്. ഓക്കെ, അടുത്തത് മാക്സിമം സൂപ്പർ എലിവേഷൻ. നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ എലിവേഷന് ഒരു മാക്സിമം ലിമിറ്റും ഉണ്ട്, ഒരു മിനിമം ലിമിറ്റും ഉണ്ട്. അതിനെ പറ്റിയാണ് ഈ ഒരു സ്ലൈഡിൽ പറയാൻ പോകുന്നത്. അപ്പം മാക്സിമം സൂപ്പർ എലിവേഷനെ പറ്റിയാണ്. ഇൻ ദി കേസ് ഓഫ് ഹെവിലി ലോഡഡ് ബുള്ളറ്റ് കാർട്സ് അല്ലെങ്കിൽ ട്രക്സ് ക്യാരിങ് ലെസ് ഡെൻസ് മെറ്റീരിയൽസ് ലൈക്ക് straw or cotton, the center of gravity of the loaded vehicle will be relatively high and it will not be safe for such vehicles to move on a road with a high rate of super elevation. Okay, എന്താണ് ഒരു റോഡ്, ആ റോഡിൻ്റെ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഹൈ വാല്യൂ ആണെങ്കിൽ അങ്ങനത്തെ റോഡിൽ കൂടെ ഒരു ബുള്ളറ്റ് കാർട്ട് അല്ലെങ്കിൽ ട്രക്സ് വണ്ടിക്ക് ഉള്ളിൽ കോട്ടൺ, സ്ട്രോ അങ്ങനത്തെ വലിയ ഡെൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ ഈ പറഞ്ഞ മെറ്റീരിയലുമായിട്ട് ഈ പറഞ്ഞ ഹൈ റേറ്റ് സൂപ്പർ എലിവേഷൻ ഉള്ള റോഡിൽ കൂടെ പോയാൽ അത് ആ വണ്ടിക്ക് സേഫ് ആയിരിക്കില്ല. ഓക്കെ, ബിക്കോസ് ഓഫ് ദി സ്ലോ സ്പീഡ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിൽ ബി നെഗ്ലിജിബിളി സ്മോൾ ഇൻ ദി കേസ് ഓഫ് ബുള്ളറ്റ് കാർട്സ്. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ് കാർട്സിൻ്റെ കേസിൽ അതിന് സ്പീഡ് കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒട്ടും കാണില്ല. ഹെൻസ് ടു അവോയ്ഡ് ദി ഡേഞ്ചർ ഓഫ് ടോപ്ലിംഗ് ഓഫ് സച്ച് ലോഡഡ് സ്ലോ മൂവിംഗ് വെഹിക്കിൾസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ലിമിറ്റ് ദി വാല്യൂ ഓഫ് മാക്സിമം അലോവബിൾ സൂപ്പർ എലിവേഷൻ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കേസിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പം ഹൈ റേറ്റ് സൂപ്പർ എലിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ എലിവേഷൻ്റെ വാല്യൂവിന് മാക്സിമം ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്, വണ്ടി മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാണ് ടോപ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേഞ്ചർ ഓഫ് ടോപ്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അലോവബിൾ ലിമിറ്റ് കൊടുക്കാറുണ്ട്. അത് IRC ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പ്ലെയിൻ റോളിംഗ് ടെറൈൻ ആണെങ്കിൽ, ഓക്കെ, അത് പ്ലാനാണ് കൊടുത്തിരിക്കുന്നത്, പ്ലെയിൻ ആണ്, PLAIN, പ്ലെയിൻ റോളിംഗ് ടെറൈൻ ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ 7% ആയിരിക്കും നമ്മൾ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 0.07 ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ അത് സ്നോ സ്നോ ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ പോലും പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെങ്കിൽ അവിടെ 7% അല്ലെങ്കിൽ 0.07 ആണ് കൊടുക്കുന്നത്. ഹിൽ റോഡ് ആണെങ്കിൽ അതേപോലെ തന്നെ സ്നോ ഒന്നും ബൗണ്ട് അല്ലാത്ത സ്ഥലത്ത് മാക്സിമം സൂപ്പർ എലിവേഷൻ നമ്മൾ അപ് ടു 10% എന്ന് വെച്ചാൽ 0.1. ഇനിയും അർബൻ റോഡ് സ്ട്രെച്ച് ആണ്, കുറേ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻ്റർസെക്ഷനൊക്കെ ഉള്ള ഒരു റോഡ് സ്ട്രെച്ച് ആണെങ്കിൽ അവിടെ നമ്മൾ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 4% ആണ്. ഓക്കെ, 0.04 ആണ് ഈയുടെ വാല്യൂ നമ്മൾ കൊടുക്കാറ്. ഓക്കെ, ഇതാണ് മാക്സിമം സൂപ്പർ എലിവേഷനെ പറ്റി പറയാനുള്ളത്. IRC റെക്കമെൻഡ് ചെയ്യുന്ന ഈ വാല്യൂസ് പഠിക്കുക. അടുത്തത് മിനിമം സൂപ്പർ എലിവേഷൻ. നമ്മളൊരു മിനിമം വാല്യൂ കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ ഫ്രം ഡ്രെയിനേജ് കൺസിഡറേഷൻ ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ മിനിമം ക്രോസ് സ്ലോപ്പ് ടു ഡ്രെയിൻ ഓഫ് ദി സർഫസ് വാട്ടർ. ഓക്കെ, അപ്പം ഡ്രെയിനേജ് കൺസിഡറേഷൻ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റോഡിന് മിനിമം ഒരു ക്രോസ് സ്ലോപ്പ് വേണം. നമ്മൾ ജോമെട്രിക് എലമെന്റ്സ് ഓഫ് ഹൈവേ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ക്രോസ് സ്ലോപ്പ് എന്താണെന്നൊക്കെ ഉള്ളത് ഡ്രെയിനേജിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡ്രെയിനേജ് കൺസിഡറേഷനിൽ ഒരു റോഡിന് മിനിമം ഒരു ക്രോസ് സ്ലോപ്പ് വേണം വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാൻ. ഇഫ് ദി കാൽക്കുലേറ്റഡ് സൂപ്പർ എലിവേഷൻ, ഓക്കെ, അപ്പം നമ്മൾ റോഡിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന സൂപ്പർ എലിവേഷൻ ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദി ക്രോസ് സ്ലോപ്പ് അല്ലെങ്കിൽ ക്യാമ്പർ ഓഫ് ദി റോഡ് സർഫസ്, then the minimum super elevation to be provided on the horizontal curve may be limited to the camber അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് ഓഫ് ദി സർഫസ്. എന്ന് വെച്ചാൽ നമ്മളൊരു റോഡ് സർഫസിന്
അവിടുത്തെ ക്രോസ് സ്ലോപ്പ്, അല്ലെങ്കിൽ അതിനെ ക്യാമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു റോഡ് സർഫസിനുള്ള ക്രോസ് സ്ലോപ്പ് അല്ലെങ്കിൽ ക്യാമ്പർ എന്ന് പറയുന്നത് 3% ആണെന്ന് വിചാരിക്കാം. ക്രോസ് സ്ലോപ്പിന്റെ വാല്യൂ നമ്മൾ സൂപ്പർ എലിവേഷൻ ആ റോഡിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ അത് ആകപ്പാട് 2% ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെടുക്കണം, 2% കൊടുക്കാൻ പറ്റില്ല. കാര്യം അവിടെ വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകണമെങ്കിൽ 3% എങ്കിലും എന്ത് വേണം, ക്രോസ് സ്ലോപ്പ് വേണം. അപ്പോൾ നമ്മൾ എന്തെടുക്കും, സൂപ്പർ എലിവേഷൻ ഈ പറഞ്ഞ ക്രോസ് സ്ലോപ്പിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ആ ക്രോസ് സ്ലോപ്പിന്റെ വാല്യൂ ആയിരിക്കും അവിടെ സൂപ്പർ എലിവേഷൻ ആയിട്ട് കൊടുക്കാറ്. ഓക്കെ, എന്നാലേ അവിടുത്തെ വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകത്തുള്ളൂ. അല്ലാതെ 2% കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പം റെയിൻ വാട്ടർ ആയിട്ട് വരുന്ന സർഫസിൽ വരുന്ന വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകില്ല. ഓക്കെ, ഇതാണ് മിനിമം സൂപ്പർ എലിവേഷൻ എന്നെ പറ്റി പറയാനുള്ളത്. മറ്റത് മാക്സിമം സൂപ്പർ എലിവേഷൻ ഇന്ന വാല്യൂ ആണ് ലിമിറ്റ് പറയുന്നത്. മിനിമം സൂപ്പർ എലിവേഷനെ പറ്റി പറഞ്ഞാൽ മിനിമം ഡ്രെയിനേജ് കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു റോഡിന് എന്താണ് മിനിമം ക്രോസ് സ്ലോപ്പ് എങ്കിലും കിട്ടണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് സൂപ്പർ എലിവേഷൻ ലെസ് ദാൻ ക്യാമ്പർ ആണെങ്കിൽ നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ക്യാമ്പറിൻ്റെ വാല്യൂ എങ്കിലും കൊടുക്കണം. ഈ കൊടുത്തിരിക്കുന്നത് റേഡിയൈ ബിയോണ്ട് വിച്ച് സൂപ്പർ എലിവേഷൻ ഇസ് നോട്ട് റെക്വേർഡ്. അതിൻ്റെ ഒരു ടേബിളാണ്, IRC റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടേബിളാണ്. റേഡിയസ് ഇൻ മീറ്റേഴ്സ് ഓഫ് ഹൊറിസോണ്ടൽ കർവ് ഫോർ ക്യാമ്പർ ഓഫ് പല പെർസെൻറ്റേജ് ഉള്ള ക്യാമ്പർ അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് ഉള്ള വാല്യൂസ് ആയി കൊടുക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ഓരോ സ്പീഡിന്, ഇപ്പോൾ 20 km/h ആണ് സ്പീഡെങ്കിൽ 3% ക്യാമ്പർ ഉള്ള ഒരു ഹൊറിസോണ്ടൽ കർവിൽ നമ്മൾ മിനിമം റേഡിയസ് 60 കൊടുക്കണം. ഓക്കെ, അപ്പോൾ 2.5% ആണ് ക്രോസ് സ്ലോപ്പ് എങ്കിൽ ആ റോഡിൽ 30 km/h ആണ് അവിടെ ആ ഒരു റോഡിൽ വരാൻ ചാൻസ് ഉള്ള സ്പീഡെങ്കിൽ, വണ്ടികളുടെ സ്പീഡെങ്കിൽ അവിടെ നമ്മൾ റേഡിയസ് 160 മീറ്റർ എങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഈ ഒരു ക്രോസ് സ്ലോപ്പ് വരുന്ന കേസിലും ഈ പറഞ്ഞ റേഡിയസ് ഉള്ള വരുന്ന കേസിലൊക്കെ നമ്മൾ സൂപ്പർ എലിവേഷൻ അല്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ ആണ്. ഓക്കെ, നമ്മൾ പ്രോബ്ലംസ് വരും ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ പല സ്റ്റെപ്സുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദ സൂപ്പർ എലിവേഷൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ദ സൂപ്പർ എലിവേഷൻ ഫോർ 75% ഓഫ് ഡിസൈൻ സ്പീഡ് ഈസ് കാൽക്കുലേറ്റഡ് നെഗ്ലക്റ്റിംഗ് ദി ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ സൂപ്പർ എലിവേഷൻ അനാലിസിസ് ചെയ്തപ്പം കിട്ടിയ ഇക്വേഷൻ എന്താണ്, E+F ഈക്വൽ ടു V²/GR അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഒരു എന്താ പറയുന്നത്, സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ സ്പീഡിൻ്റെ 75%-നുള്ള സൂപ്പർ എലിവേഷൻ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഫ്രിക്ഷൻ്റെ വാല്യൂ നെഗ്ലക്റ്റ് ചെയ്യും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കേസ് ഇക്വേഷൻ നോക്കിയാൽ E+F എന്നാണ്, ഈക്വൽ ടു V²/GR ആണ്. അതിൽ F നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്തു, അപ്പം E=2 എന്നായി. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഡിസൈൻ സ്പീഡിൻ്റെ കൂടെ ആ വാല്യൂവിൻ്റെ 75% എന്ന് വെച്ചാൽ എന്താണ് 0.75 × V, പിന്നെ ബാക്കി ദ ഹോൾ സ്ക്വയർ /GR. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മുടെ ആ തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ നിന്ന് F ആദ്യം റിമൂവ് ചെയ്തു, അതേപോലെ വിൻ്റെ കൂടെ 75% ഡിസൈൻ സ്പീഡാണ്, എന്ന് വെച്ചാൽ 0.75 ദ ഹോൾ സ്ക്വയർ /GR ആണ്. ഓക്കെ, അപ്പം ഈ ഇക്വേഷനകത്ത് മീറ്ററിലാണ് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ക്വസ്റ്റ്യൻ വരുമ്പം ഡിസൈൻ സ്പീഡ് ഈക്വൽ ടു 20 km/h എന്നായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ 20 ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ശരിയാകില്ല, അതിനെ m/s ആക്കണം. കാര്യം നമുക്ക് അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം 20 × എന്താണ് ചെയ്യേണ്ടത്, 5/18 × 0.75 ദ ഹോൾ സ്ക്വയർ /GR. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വിയുടെ വാല്യൂ ഇപ്പം km/h ഒരു വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ, അത് ഡയറക്റ്റ് ഇങ്ങോട്ട് ഇട്ടാൽ മതി. 20² / 225 × R. ഈ 225 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജിയുടെ വാല്യൂ 9.81 അല്ലേ, അതേപോലെ 0.75 എന്നൊരു വാല്യൂ ഇവിടെ ഉണ്ട്, അത് ഹോൾ സ്ക്വയർ ചെയ്തു, ആ വാല്യൂ /ജിയുടെ വാല്യൂ ചെയ്തപ്പം ബാക്കി വന്നതാണ് 225 എന്നുള്ളത്. അപ്പം ഇത് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്ത് km/h ഡയറക്റ്റ് ആയിരിക്കും അവർ ഇക്വേഷൻ ഇടുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസിനകത്തൊക്കെ നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇത് ഓർക്കണം, ക്വസ്റ്റിനകത്ത് km/h തരുന്നതെങ്കിൽ ആ km/h m/s ആക്കണം എന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. 0.75 × എക്സാമ്പിൾ 20 km/h ആണെങ്കിൽ 0.75 × 20 × 5/18 ദ ഹോൾ സ്ക്വയർ /G × R. 9.81 × ആറിൻ്റെ വാല്യൂ എത്രയാണോ റേഡിയസ് വരുന്നത് അത്. അപ്പോൾ നമുക്ക് E കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പിൽ കിട്ടുന്ന ഇയുടെ വാല്യൂ അനുസരിച്ചാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്.
ഇഫ് ദി കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇ ഈസ് ലെസ് ദാൻ 7% അല്ലെങ്കിൽ 0.07 ലെസ് ദാൻ ആണെങ്കിൽ ദ വാല്യൂ സോ ഒപ്റ്റൈൻഡ് ഈസ് പ്രൊവൈഡഡ്. ആ കിട്ടുന്ന വാല്യൂ നമ്മൾ ഇ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ഒരു 0.05 ആണെങ്കിൽ നമുക്ക് നമ്മൾ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 0.07 ആണല്ലോ. ഇത് 0.05 കിട്ടുവാണെങ്കിൽ ആ 0.05 എന്നുള്ളത് നമ്മൾ അങ്ങ് പ്രൊവൈഡ് ചെയ്യും ആ ഒരു റോഡിന് വേണ്ടി. ഇഫ് ദി വാല്യൂ ഓഫ് ഇ as obtained as from step 1 exceeds 0.07, ഇനിയും ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.07 എക്സീഡ് ആവുകയാണെങ്കിൽ എന്തെടുക്കണം? ദെൻ പ്രൊവൈഡ്സ് മാക്സിമം സൂപ്പർ എലിവേഷൻ ഈക്വൽ ടു 0.07. അങ്ങനെ ഈ വാല്യൂ എന്ന് പറയുന്നത് 0.07 കൂടുവാണെങ്കിൽ നമ്മൾ ആ റോഡിന് സൂപ്പർ എലിവേഷൻ ആയിട്ട് 0.07 ആയിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് പ്രൊസീഡ് വിത്ത് സ്റ്റെപ്പ് 3 and 4. ഓക്കെ, അപ്പം ഇയുടെ വാല്യൂ ഇവിടെ കിട്ടുന്നത് കൂടുതലാണെങ്കിൽ നമ്മൾ 0.07 ആയിട്ട് ഇ കൊടുക്കണം. അതേപോലെ സ്റ്റെപ്പ് 3ഉം 4ഉം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ചെക്ക് ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഡെവലപ്ഡ് ഫോർ ദി മാക്സിമം വാല്യൂ ഓഫ് ഇ ഈക്വൽ ടു 0.07 അറ്റ് ദി ഫുൾ വാല്യൂ ഓഫ് ഡിസൈൻ സ്പീഡ്. ഓക്കെ, അപ്പം ഇയുടെ വാല്യൂ 0.07 കൊടുത്തിട്ട് അതേപോലെ തന്നെ ഡിസൈൻ സ്പീഡിന് ഫുൾ വാല്യൂ കൊടുക്കുക. എന്ന് വെച്ചാൽ 0.75 ഇൻറ്റു വി ചെയ്യേണ്ട, വെറുതെ വി വെച്ച് തന്നെ അതിൻ്റെ ഫുൾ വാല്യൂ എടുക്കണം. അപ്പം അങ്ങനെ ഇയുടെ വാല്യൂ 0.07ഉം വിയുടെ വാല്യൂ ഫുള്ള് എടുത്തിട്ട് ഉള്ള എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പായിട്ട് തേർഡ് സ്റ്റെപ്പായിട്ട് അപ്പം എന്താണ് നമ്മുടെ സാധാ ഇക്വേഷനിലെ ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ, അതിൽ എഫ് കണ്ടുപിടിക്കണം. അപ്പം ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് വരും. അപ്പം -0.07 ആയി. ബാക്കി വി സ്ക്വയർ ബൈ ജി ആർ, ഇവിടെ 0.75 ഒന്നും ചെയ്യേണ്ട കാര്യം, ഇവിടെ ഫുൾ വാല്യൂ ഓഫ് ഡിസൈൻ സ്പീഡ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്വസ്റ്റിനകത്ത് ഒരു 20 km/h ആണെങ്കിൽ 20 കിലോമീറ്ററിന് നമുക്ക് ആദ്യം എന്തെടുക്കണം? m/s ആക്കണം അല്ലേ. 20 × 5/18 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു അവിടുത്തെ 6 മൈനസ് 0.07 ചെയ്യണം. ഓക്കെ, അങ്ങനെ എഫ് കണ്ടുപിടിക്കണം. ഇനി അതിൻ്റെ ഈ എഫിനെ വെച്ചിട്ടിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇഫ് ദി വാല്യൂ ഓഫ് എഫ് ദസ് കാൽക്കുലേറ്റഡ് ഈസ് ലെസ് ദാൻ 0.15, നമ്മൾ എഫിൻ്റെ വാല്യൂ 0.15 അല്ലേ പറയുന്നത് നോർമലി. അപ്പം ഇവിടെ കിട്ടുന്ന എഫിൻ്റെ വാല്യൂ ലെസ് ദാൻ 0.15 ആണെങ്കിൽ ദ സൂപ്പർ എലിവേഷൻ ഓഫ് 0.07 ഇസ് സേഫ് ഫോർ ദി ഡിസൈൻ സ്പീഡ്. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ 0.07 അങ്ങ് എടുത്തേക്കാൻ, കാര്യം ഇയുടെ വാല്യൂ 0.07 കൂടുതലാണ്, പക്ഷെ നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് 0.07 എടുത്തേക്കാൻ നമ്മൾ പറഞ്ഞു. അത് സേഫ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവിടെ കിട്ടുന്ന എഫിന്റെ വാല്യൂ 0.15 കുറവാണെങ്കിൽ സൂപ്പർ എലിവേഷൻ 0.07 തന്നെ നമുക്ക് എടുക്കാം, അത് സേഫ് ആണ്. ഇനി ഈ പറയുന്ന എഫിന്റെ വാല്യൂ 0.15 കൂടുതലാണെങ്കിലോ, അതാണ് അടുത്ത സ്റ്റെപ്പിൽ. ഇഫ് നോട്ട് എന്ന് വെച്ചാൽ 0.15 കൂടുതൽ വലിയൊരു വാല്യൂ ആണ് ഇവിടെ കിട്ടുന്ന എഫിന്റെ വാല്യൂ എങ്കിൽ, എഫിന്റെ ആൻസർ ഇവിടെ കിട്ടുന്നത് 0.15 വലുതാണെങ്കിൽ കാൽക്കുലേറ്റ് ദി റെസ്ട്രിക്റ്റഡ് സ്പീഡ് അസ് ഗിവൺ ഇൻ സ്റ്റെപ്പ് 4. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എഫിന്റെ വാല്യൂ 0.15 കൂടുതലാണെങ്കിൽ നമുക്ക് എന്തെടുക്കണം? സ്റ്റെപ്പ് 4 ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ റെസ്ട്രിക്റ്റഡ് സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. ദ അലോവബിൾ സ്പീഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് സ്പീഡ് നമ്മൾ VA എന്ന് പറയും. അത് m/s ആണെങ്കിൽ അറ്റ് ദി കർവ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ കൺസിഡറിംഗ് ദി ഡിസൈൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് മാക്സിമം സൂപ്പർ എലിവേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ VAക്കുള്ള ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെല്ലാം കൂടെ വാല്യൂസ് എല്ലാം കൊടുത്ത് നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷനാണ് VA ഈക്വൽ ടു √0.22 G × R. ഓക്കെ, ലോബൽ സ്പീഡ് ഈക്വൽ ടു 0.22 × G × R. അപ്പം 0.22 × G എന്ന് പറഞ്ഞാൽ 9.81, R എന്ന് പറയുന്ന ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ടായിരിക്കും. അത് ചെയ്തിട്ട് VA കിട്ടും. ഓക്കെ, ഇനി അതിനെ വെച്ചിരിക്കും അടുത്ത പറയുന്ന കാര്യം. ഇഫ് ദി അലോവബിൾ സ്പീഡ് ആസ് കാൽക്കുലേറ്റഡ് എബോവ് ഈസ് ഹയർ ദാൻ ദി ഡിസൈൻ സ്പീഡ്. ഓക്കെ, നമുക്ക് ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ടായിരിക്കും 20 km/h എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഡ് ഉണ്ടെങ്കിൽ, ഈ അലോവബിൾ സ്പീഡ് അല്ലെങ്കിൽ അലൗഡ് സ്പീഡ് എന്ന് പറയുന്നത് ആ 20 km/h കൂടുതലാണെങ്കിൽ, ലെറ്റ് അത് 30 km എന്ന് നമുക്ക് കിട്ടിയെങ്കിൽ, ദെൻ ദ ഡിസൈൻ ഈസ് അഡ്വക്കേറ്റ് ആൻഡ് പ്രൊവൈഡ്സ് എ സൂപ്പർ എലിവേഷൻ E ഈക്വൽ ടു 0.07. ഓക്കെ, അപ്പോൾ അലോവബിൾ സ്പീഡ് ഡിസൈൻ സ്പീഡിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്ത ഡിസൈനൊക്കെ കുഴപ്പമില്ല, സേഫ് ആണ്. എന്നിട്ട് അവിടുത്തെ സൂപ്പർ എലിവേഷൻ E ഈക്വൽ ടു 0.07 നമുക്ക് കൊടുക്കുക. ഓക്കെ, ഇഫ് ദി അലോവബിൾ സ്പീഡ് ഇസ് ലെസ് ദാൻ ദി ഡിസൈൻ സ്പീഡ്, ഇനി അത് ഡിസൈൻ സ്പീഡിനേക്കാളും കുറവാണെങ്കിൽ എന്തെടുക്കണം? ദ സ്പീഡ് ഇസ് ലിമിറ്റഡ് ടു ദി അലൗഡ് സ്പീഡ്. അപ്പം നമ്മൾ എന്തെടുക്കണം? അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് അലൗഡ് സ്പീഡിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം, VAയിലോട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം.
and appropriate warning sign and speed limit regulation signs are installed to restrict and regulate the speed. ഓക്കെ, അലോവബിൾ സ്പീഡ് അവിടുത്തെ ഡിസൈൻ സ്പീഡിനേക്കാളും കുറവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഏരിയയിൽ നമ്മൾ അവിടുത്തെ ആ ഒരു കേവിൽ സ്പീഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അലോവബിൾ സ്പീഡിലേക്ക് എത്തിക്കണം. അപ്പോൾ അത് എത്തിക്കണമെങ്കിൽ എന്താണ്, ആ കേവ് എത്തുന്നതിന് മുന്നേ നമ്മൾ കുറേ വാർണിംഗ് സൈൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പീഡ് റെഗുലേഷൻ സൈൻ കൊടുക്കേണ്ടി വരും. ഈ ഒരു കേവിലോട്ട് വരുമ്പോൾ സ്പീഡ് 10 km/h കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ബോർഡ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ആദ്യം എന്താണ് എടുക്കേണ്ടത്, സൂപ്പർ എലിവേഷൻ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 75% ഡിസൈൻ സ്പീഡ് ആയിരിക്കുമ്പോൾ ഉള്ളത്. അവിടെ എഫ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. അപ്പം ഇതാണ് ഇക്വേഷൻ. ഇനി ഈ കിട്ടുന്ന ഇക്വേഷനകത്ത് നിന്ന് ഇയുടെ വാല്യൂ ലെസ് ദാൻ 7% ആണെങ്കിൽ നമ്മൾ ആ കിട്ടിയ വാല്യൂ സൂപ്പർ എലിവേഷൻ ആയിട്ട് കൊടുക്കും. ഇൻ കേസ് അത് എന്താണ് ഗ്രേറ്റർ വാല്യൂ ആണെങ്കിൽ നമ്മൾ സൂപ്പർ എലിവേഷൻ വാല്യൂ 0.07 കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പ്രൊസീഡ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനാണ്. അവിടെ നമ്മൾ ഇയുടെ വാല്യൂ 0.07 പിന്നെ ഫുൾ വാല്യൂ ഓഫ് ഡിസൈൻ സ്പീഡ് എടുത്തു. അപ്പം F=v²/gr. ഈ ഇപ്പുറത്തോട്ട് വന്ന് -0.7 ചെയ്തു. ഇത് ചെയ്തപ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.15 ലെസ് ആണെങ്കിൽ നമുക്ക് സൂപ്പർ എലിവേഷൻ 0.07 തന്നെ എടുക്കാം. നമ്മുടെ ഡിസൈൻ സേഫ് ആണ്. ഇനി ഈ വാല്യൂ 0.15 വലിയൊരു വാല്യൂ ആണെങ്കിൽ നമ്മൾ സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കണ്ടീഷനും ഉണ്ട്. പക്ഷെ നമ്മൾ റേഡിയസ് അധികം ഇൻക്രീസ് ചെയ്യാറില്ല. നമ്മൾ സ്പീഡ് എങ്ങനെയും റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് നോക്കാറ്. ഓക്കെ, അപ്പം നമ്മൾ 4th സ്റ്റെപ്പിലോട്ട് പോകും, അലോവബിൾ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. ഇനി ഈ ഇക്വേഷന് കിട്ടുന്ന അലോവ്ഡ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസൈൻ സ്പീഡിനേക്കാളും ഹയർ വാല്യൂ ആണെങ്കിൽ നമ്മൾ ചെയ്ത ഡിസൈൻ എല്ലാം അഡ്വക്കേറ്റ് ആണ്, സൂപ്പർ എലിവേഷൻ 0.07 കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അലോവബിൾ സ്പീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡിസൈൻ സ്പീഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ സ്പീഡ് ഈ അലോവബിൾ സ്പീഡിലേക്ക് കുറയ്ക്കണം. അതിനെന്തെടുക്കണം, ആ കേവ് എത്തുന്നതിന് മുന്നേ വാർണിംഗ് സൈനും സ്പീഡ് റെഗുലേഷൻ സൈനും കൊടുക്കണം. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, എ 2-lane റോഡ് വിത്ത് ഡിസൈൻ സ്പീഡ് 80 km/h. ഓക്കെ, ഇപ്പം വിയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ഹാസ് എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 480, ആറിൻ്റെ വാല്യൂ ഉണ്ട്. ഡിസൈൻ ദി റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫോർ മിക്സഡ് ട്രാഫിക്. ബൈ ഹൗ മച്ച് should the outer edge of the pavement be raised with if the width of the pavement തന്നിട്ടുണ്ട്. width of the pavement തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെ വെച്ച് നോക്കുമ്പോൾ എന്തുമാത്രം റേസ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾ ആ സൂപ്പർ എലിവേഷൻ്റെ ഫിഗർ ആദ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ നമ്മളൊരു ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ക്യാപിറ്റൽ ഇ ഇവിടെ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിന് ബി എന്നൊക്കെ പറഞ്ഞു. അതിൽ ആ ക്യാപിറ്റൽ ഇ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് സൂപ്പർ എലിവേഷൻ സ്മോൾ ഇ കിട്ടിക്കഴിഞ്ഞാൽ സ്മോൾ ഇ ഇൻറ്റു ഈ പേയ്മെൻറ്റ് വിത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഇ കിട്ടുമല്ലോ. അപ്പം നമുക്ക് എന്താണ് ആദ്യമേ ഇ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് വി ഉണ്ട്, ആർ ഉണ്ട്, പേയ്മെൻറ്റ് വിത്ത് ഉണ്ട്. ഇനിയിപ്പം മിക്സഡ് ട്രാഫിക് കണ്ടീഷനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ്, നമ്മൾ ഡിസൈൻ സ്പീഡിനെ ഡിസൈനോ സൂപ്പർ എലിവേഷൻ ചെയ്ത പോലെയാണ് ചെയ്യേണ്ടത്. എന്താണ് ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇത് നോക്കണ്ട. എന്താണ് നമ്മുടെ ഇക്വേഷൻ, ഡിസൈനോ സൂപ്പർ എലിവേഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, ഇ ഈക്വൽ ടു എഫ് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഇ ഈക്വൽ ടു 0.75 വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ജി ഇൻറ്റു ആർ. അപ്പോൾ 0.75 ഇൻറ്റു 80 ഇൻറ്റു 5/18 ദ ഹോൾ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 480. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 0.059. ഓക്കെ, ഈ 0.059 എന്ന് പറയുന്നത് ലെസ് ദാൻ 0.07 ആണല്ലേ. അപ്പോൾ എന്തെടുക്കാം, ഈ വാല്യൂ തന്നെ കൊടുക്കാം അല്ലേ. സൂപ്പർ എലിവേഷൻ ഓഫ് 0.059 മേ ബി അഡോപ്റ്റഡ്. ഇനി ടോട്ടൽ വിത്ത് ഓഫ് ദി പേയ്മെന്റ് ബി എന്ന് പറയുന്നത് ക്വസ്റ്റിന് 7.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ബിയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ റേസിംഗ് ഓഫ് ഔട്ടർ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ് ഓഫ് ദി പേയ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ ആണെങ്കിൽ അത് ഈക്വൽ ടു സ്മോൾ ഇ ഇൻറ്റു ബി ആണ്. 7.5 ഇൻറ്റു 0.059 0.44 മീറ്റർ. അതാണ് ഔട്ടർ എഡ്ജ് റേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത്രയും ഡിസ്റ്റൻസ് ആണ്, 0.44 മീറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും ഔട്ടർ എഡ്ജ് റേസ് ചെയ്യുന്നത് ഇന്നർ എഡ്ജിനെ വിത്ത് റെസ്പെക്ട് ടു പറയുവാണെങ്കിൽ. ഓക്കെ, ഇക്വേഷൻ മനസ്സിലായാലോ, പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാലും നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓർത്താൽ മതി കേട്ടോ, ഇതിലാണ് ഓർക്കണ്ട, കൺഫ്യൂഷൻ ആവും. 0.75 വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ജി ആർ ഓർക്കുക. ആ വിനെ 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന കാര്യം ഓർക്കുക. കാര്യം നമുക്ക് മീറ്ററിലോട്ടാണ് എത്തിക്കേണ്ടതല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിസൈൻ ദി റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫോർ എ ഹൊറിസോണ്ടൽ ഹൈവേ കർവ് ഓഫ് റേഡിയസ്
500 മീറ്റർ, 6 തന്നിട്ടുണ്ട്. സ്പീഡ് 100 km/h, വിയും ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ ചെയ്തില്ലേ, ആ ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു 0.75 v the whole square divided by gr. അതിനകത്ത് എന്തെടുക്കണം, 0.75 ഇൻറ്റു 100 ഇൻറ്റു 5/18 the whole square divided by g ഇൻറ്റു ആർ, 9.81 ഇൻറ്റു ആർ എത്രയാണ് ഇവിടെ 500, 500 ചെയ്യുക. അപ്പം നമുക്ക് 0.089 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നോക്കിയാൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പെർമിസിബിൾ വാല്യൂ എത്രയാണ്, 0.07 ഗ്രേറ്റർ ആണ്. അപ്പോൾ എന്തെടുക്കണം, നമ്മൾ സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ 0.07 റെസ്ട്രിക്ട് ചെയ്തു, അങ്ങോട്ട് എത്തിച്ചു. ഈ ഈക്വൽ ടു 0.07 നമ്മൾ അങ്ങ് റെസ്ട്രിക്ട് ചെയ്ത് എഴുതി. അടുത്ത സ്റ്റെപ്പിലോട്ട് പക്ഷേ പോകണം, ഇത് ഓക്കെ ആണോ എന്ന് അറിയണമെങ്കിൽ. അപ്പോൾ എന്തെടുക്കണം, കോഎഫിഷ്യൻ്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമ്മൾ ഫുൾ സ്പീഡിന് വേണ്ടിയാണ്, v = 100 km/h ചെയ്യുന്നത്. ഈയുടെ വാല്യൂ നമ്മൾ 0.07 എടുക്കും. അങ്ങനെ നമ്മൾ എഫ് കണ്ടുപിടിക്കണം. എങ്ങനെ, ഇക്വേഷൻ എന്താണ്, v² / gr മൈനസ് 0.07 കേട്ടോ. ഇത് നോക്കണ്ട കേട്ടോ, ഇത് km/h ഉള്ള ഇക്വേഷനാണ്, നിങ്ങൾ ഇത് നോക്കണ്ട. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച F = v² / gr മൈനസ് 0.07. അപ്പം v² എന്ന് പറയുമ്പോൾ 100 അല്ലേ, 100 ഇൻറ്റു 5/18 the whole square divided by 9.81 ഇൻറ്റു 500 മൈനസ് 0.07 ചെയ്യുമ്പോൾ നമുക്ക് 0.087 കിട്ടും. ഓക്കെ, ആ 0.087 എന്ന് പറയുന്നത് ലെസ് ദാൻ 0.15 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഡിസൈൻ സേഫ് ആണ് വിത്ത് എ സൂപ്പർ എലിവേഷൻ ഓഫ് 0.07. ഓക്കെ, അപ്പോൾ therefore നമ്മൾ അവിടുത്തെ സൂപ്പർ എലിവേഷൻ എത്രയാണ് കൊടുക്കുന്നത്, 0.07 ആയിരിക്കും കൊടുക്കുന്നത്, ഇതായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. കാര്യം ഇവിടെ 0.15 ചെറിയൊരു വാല്യൂ ആണ് എഫ് കിട്ടിയത്. അപ്പോൾ പിന്നെ അവിടെ കൊണ്ട് നമ്മുടെ പ്രോബ്ലം സ്റ്റോപ്പായി. നമുക്ക് കൊടുക്കാം, ഡിസൈൻ സേഫ് ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഡിസൈൻ സ്പീഡ് ഓഫ് എ ഹൈവേ ഈസ് 80 km/h. ഓക്കെ, ബിയുടെ വാല്യൂ ഉണ്ട്. ദർ ഇസ് എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 200 മീറ്റർ, 6 ഉണ്ട്. സേഫ് ലിമിറ്റ് ഓഫ് ട്രാൻസ്വേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, എഫിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സൂപ്പർ എലിവേഷൻ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി സ്പീഡ്. ഓക്കെ, സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ അടുത്തത് ബി, ഇഫ് ദി മാക്സിമം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് 0.07 ഇസ് നോട്ട് ടു ബി എക്സീഡഡ്, കാൽക്കുലേറ്റ് ദി മാക്സിമം അലോബിൾ സ്പീഡ്. എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പ് 5 നമ്മൾ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടുള്ളത് ഉള്ള സ്പീഡ് കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം വി ഉണ്ട്, ആർ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എന്താണ്, നമ്മുടെ ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈക്വൽ ടു 0.75 v² ഡിവൈഡ് ബൈ gr എന്നല്ലേ. അപ്പോൾ 0.75 ഇൻറ്റു 80 ഇൻറ്റു 5/18 the whole square divided by 9.81 ഇൻറ്റു 200 ചെയ്യുക. അപ്പം നമുക്ക് 0.142 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് 0.07 ഗ്രേറ്റർ വാല്യൂ ആണ്. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അലോബിൾ സ്പീഡിനെ 0.07 നമ്മൾ എത്തിച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഫ് കണ്ടുപിടിക്കുന്നു. എഫിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇത് നോക്കണ്ട കേട്ടോ. എഫിൻ്റെ ഇക്വേഷൻ എന്താണ്, v² ഡിവൈഡഡ് ബൈ g ഇൻറ്റു ആർ മൈനസ് 0.07 ആണ് അല്ലേ. അതിൽ v എന്ന് പറയുന്നത് 80 ഇൻറ്റു 5/18 the whole square divided by 9.81 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 200 മൈനസ് 0.07 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.18 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ മിനിമം ലിമിറ്റ് എത്രയാണ്, 0.15 ആണ്. അപ്പം അതും ഈ 0.15 ഗ്രേറ്റർ വാല്യൂ ആണ്. അപ്പം എന്തെടുക്കണം, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അലോബിൾ സ്പീഡ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അല്ലേ. അലോബിൾ സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ VA = √0.22 gr. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുക. 0.22 ഇൻറ്റു 9.81 ഇൻറ്റു 200 ചെയ്തിട്ട് റൂട്ട് എടുക്കുമ്പോൾ 74.75 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്പീഡിനെക്കാട്ടിലും ചെറിയ വാല്യൂ ആണ് അല്ലേ. ഹെൻസ് ദി സ്പീഡ് മേ ബി റെസ്ട്രിക്റ്റഡ് ടു, എന്തെടുക്കണം, സ്പീഡിനെ നമ്മൾ ആ പറഞ്ഞ 74.75 കിലോമീറ്ററിലോട്ട് റെസ്ട്രിക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് 70 km/h സ്പീഡിനെ റെസ്ട്രിക്ട് ചെയ്യണം. അതിനുള്ള സൈൻ ബോർഡ് കൊടുക്കണമെന്ന് എഴുതാം. ഓക്കെ, ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച സ്റ്റെപ്സ് ഇല്ലേ, ആ സ്റ്റെപ്സ് എല്ലാം കൂടെ കറക്റ്റായിട്ട് ചെയ്താൽ മതി. വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ആണോ ലെസ് ദാൻ വാല്യൂ ആണോ നോക്കിയിട്ട് അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് പോകണമെങ്കിൽ പോകണം. എന്നിട്ട് ലാസ്റ്റ് ഇപ്പം ഈ ഒരു കേസിൽ VA കിട്ടുന്നത് ലെസ് ദാൻ ഡിസൈൻ സ്പീഡാണ്. അപ്പം എന്തെടുക്കണം, ആ സ്പീഡിലോട്ട് അവിടുത്തെ കേർവ് വരുമ്പോൾ സ്പീഡ് റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ളതും അതിനുള്ള വാർണിംഗ് ബോർഡ് അല്ലെങ്കിൽ സൈൻ ബോർഡൊക്കെ കൊടുക്കണം എന്നുള്ളതും എഴുതിടാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a major district road with thin bituminous pavement surface in low rainfall area has horizontal curve of radius r എന്ന് പറയുന്നത് 1400 meter. If the design speed is 65 km, what should be the super elevation?
ഓക്കെ, അപ്പോൾ വി ഉണ്ട്, ആറിന് വാല്യൂ ഉണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതൊരു മേജർ ഡിസ്ട്രിക്ട് റോഡാണെന്നും തിൻ ബിറ്റുമിനസ് പേയ്മെന്റ് സർഫസ് ആണെന്നും അവിടെ ലോ റെയിൻഫോൾ ഏരിയ ആണെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത് വെച്ചിട്ട് നമ്മൾ വാല്യൂസ് IRC ടേബിളിൽ നിന്ന് എടുക്കണം. ഓക്കെ, അപ്പം ഈ ടൈപ്പ് പ്രോബ്ലം എക്സാം വരത്തില്ല. കാര്യം ഇങ്ങനത്തെ അല്ലെങ്കിൽ പിന്നെ ഈ വാല്യൂസ് എല്ലാം തരണം, ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാല്യൂസ്. അതെന്താന്ന് വെച്ചാൽ വാല്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യമേ നമുക്ക് ആറും ഉണ്ട് വിയും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യാനാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഈ നമ്മുടെ ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈക്വൽ ടു 0.75 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ G/R. അത് ചെയ്യണം ആദ്യം. 0.75 ഇൻറ്റു 65 ഇൻറ്റു 5/18 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു 1400 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും, 0.0134 എന്ന് കിട്ടും. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ എലിവേഷൻ വാല്യൂ റിക്വയർഡ് ഈസ് ഓൺലി 0.0134 വിച്ച് ഈസ് ലെസ് ദാൻ ദി നോർമൽ ക്രോസ് സ്ലോപ്പ് റിക്വയർഡ് ടു ഡ്രെയിൻ ഓഫ് ദി സർഫസ് വാട്ടർ. അതെന്താന്ന് വെച്ചാൽ തിൻ ബിറ്റുമിനസ് പേയ്മെന്റ് സർഫസ്, അതേപോലെ തന്നെ അവിടെ ലോ റെയിൻഫോൾ ഏരിയ ആണെങ്കിൽ നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ഗാർഗിൻ്റെ ടെസ്റ്റിലെ 4.1 ടേബിൾ 4.1 നിങ്ങൾക്ക് എടുത്തു തന്നെ എനിക്ക് തോന്നുന്നു നമ്മളത് മൊഡ്യൂൾ 1 ഈ ടേബിളൊക്കെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. തിൻ ബിറ്റുമിനസ് പേയ്മെൻറ്റും ലോ റെയിൻഫോൾ ഏരിയ ആണെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ കൊടുക്കേണ്ട മിനിമം ക്യാമ്പർ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത്, ക്രോസ് സ്ലോപ്പ് എന്ന് പറയുന്നത് 2% അല്ലെങ്കിൽ 0.02 ആയിരിക്കണം എന്നാണ് നമ്മൾ IRC റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 0.0134 ഉള്ളൂ. അപ്പം ഇതിൽ നിന്ന് ഒത്തിരി കുറവാണ്. അപ്പം നമ്മൾ മിനിമം സൂപ്പർ എലിവേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു കിട്ടുന്ന സൂപ്പർ എലിവേഷൻ അവിടുത്തെ ക്രോസ് സ്ലോപ്പിനേക്കാളും ചെറിയ വാല്യൂ ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം നമുക്ക് ക്രോസ് സ്ലോപ്പ് മാത്രമേ അവിടെ കൊടുക്കത്തുള്ളൂ. ഓക്കെ, the radius beyond which no super elevation is required for a speed of 60 km/h and 2% cross slope is 950 meter. അതേപോലെ നമ്മൾ തൊട്ട് മുന്നേ മിനിമം സൂപ്പർ എലിവേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ടേബിൾ പഠിച്ചായിരുന്നു അല്ലേ. അവിടെ റേഡിയസ് ബിയോണ്ട് വിച്ച് നോ സൂപ്പർ എലിവേഷൻ കൊടുക്കേണ്ടാത്ത കേസിൽ 60 km/h, ഇവിടുത്തെ കേസിൽ 65 ആണ്. അപ്പം നമ്മൾ 60 അങ്ങ് എടുത്തു. 60 km/h നേരെ 2% അവിടെ മിനിമം കിട്ടേണ്ട റേഡിയസ് എന്ന് പറയുന്നത് 950 മീറ്റർ ആണ് IRC റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ടേബിൾ നോക്കിയാൽ മതി. ഈ ഒരു കേസിൽ റേഡിയസ് 1400 മീറ്റർ അല്ലാതെ ഉണ്ട്, ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ there is no necessity of providing super elevation. Therefore the normal camber അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് ഓഫ് 2% may be retained. അതങ്ങ് റീറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് അതിൻ്റെ ആ ഒരു പറഞ്ഞ കാര്യത്തിനെ കുറച്ചും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അത് വലിയ ആവശ്യമൊന്നുമില്ല. അപ്പം ഇവിടെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മിനിമം 2% എങ്കിലും അവിടെ കിട്ടണം. ഇവിടുത്തെ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിലും ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അവിടുത്തെ മിനിമം സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ കൊടുത്തു. ഓക്കെ, ബാക്കി സ്റ്റെപ്സ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അടുത്തത് അറ്റൈൻമെൻറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ. നമ്മളിപ്പോൾ സൂപ്പർ എലിവേഷനെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അത് എങ്ങനെയാണ് റോഡ് സർഫസിൽ അറ്റൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ അറ്റൈൻമെൻറ്റ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, 2 പാർട്സ് ആയിട്ട്. ഒന്ന് എലിമിനേഷൻ ഓഫ് ക്രൗൺ ഓഫ് ദി ക്യാമ്പേർഡ് സെക്ഷൻ, അടുത്തത് റൊട്ടേഷൻ ഓഫ് ദി പേയ്മെൻറ്റ് ടു അറ്റൈൻ ഫുൾ സൂപ്പർ എലിവേഷൻ. ഓക്കെ, ഒന്ന് ക്യാമ്പേർഡ് സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, നമ്മൾ പഠിച്ചായിരുന്നു. ഈ ഒരു ഫിഗറിനകത്ത് കൂർത്തിരിക്കുന്നുണ്ടോ, ആ കൂർത്തിരിക്കുന്ന പോർഷനാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഷേപ്പ് കൊടുക്കുന്നതാണ്. 2 സ്ട്രെയിറ്റ് പോർഷൻ കൂടുന്നതായിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ക്യാമ്പേർഡ് സെക്ഷൻ അല്ലെങ്കിൽ ക്രോസ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അവിടെ ഈ ക്രൗണിനെ എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ സൂപ്പർ എലിവേഷൻ അറ്റൈൻ ചെയ്യാം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പേയ്മെൻറ്റിനെ വേണേൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സൂപ്പർ എലിവേഷൻ അറ്റൈൻ ചെയ്യാം. ഓക്കെ, ഇനി ആ 2 മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഓരോ ഫിഗറിലും പറയുന്നത്. ആദ്യത്തത് എലിമിനേഷൻ ഓഫ് ക്രൗൺ ഓഫ് ദി ക്യാമ്പേർഡ് സെക്ഷൻ. അതിലെ ഫസ്റ്റ് മെത്തേഡാണ് ഔട്ടർ എഡ്ജ് റൊട്ടേറ്റഡ് അബൌട്ട് ദി ക്രൗൺ. ഓക്കെ, അപ്പം ഈ സൈഡ് ഇന്നർ എഡ്ജും ഈ സൈഡ് ഔട്ടർ എഡ്ജും എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഔട്ടർ എഡ്ജിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുവാണേ. റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ക്രൗണിന് എബൌട്ടായിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അത് ഇരിക്കുന്നത് സോളിഡ് ആയിട്ടുള്ള ലൈൻ, പിന്നെ അത് കുറച്ചുകൂടെ പൊങ്ങി, അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രൗണിന് എബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഈ സൈഡിൽ കുറച്ച് റേസ് ആയി അല്ലെ. ഇന്നർ എഡ്ജിനെ വെച്ച് നോക്കുമ്പോൾ ഔട്ടർ എഡ്ജ് കുറച്ച് റേസ് ആയി. അപ്പോൾ അവിടെ സൂപ്പർ എലിവേഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഔട്ടർ എഡ്ജ് റൊട്ടേറ്റഡ് അബൌട്ട് ദി ക്രൗൺ. എന്നിട്ട് ഈ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ,
ഇനി ആ പറഞ്ഞ മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ സ്മോൾ ലെന്ത് ഓഫ് റോഡാണെങ്കിൽ സ്മോൾ ലെന്ത് ഉള്ള റോഡാണെങ്കിൽ ക്രോസ് സ്ലോപ്പ് ലെസ് ദാൻ ക്യാമ്പർ. അപ്പോൾ അവിടുത്തെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒത്തിരി കുറഞ്ഞു പോകും. അവിടുത്തെ ക്യാമ്പറിന്റെ വാല്യൂ മിനിമം കൊടുക്കേണ്ട വാല്യൂവിനേക്കാളും കുറഞ്ഞു പോകും. അതേപോലെ തന്നെ ഡ്രെയിനേജ് പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഔട്ടർ ഹാഫിൽ ഡ്രെയിനേജിന്റെ ഇഷ്യൂസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇനി സെക്കൻഡ് മെത്തേഡ്, ഈ എലിമിനേഷൻ ഓഫ് ക്രൗണിന്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ ക്രൗൺ ഷിഫ്റ്റഡ് ഔട്ട്വേർഡ്സ്. ക്രൗണിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്വേർഡിലോട്ട് കൊണ്ടുവരും. അതിനെ നമുക്ക് ഡയഗണൽ ക്രൗൺ മെത്തേഡ് എന്നും വേണേൽ പറയാം. ഓക്കെ, ഇതാണ് ഇന്നർ എഡ്ജ്, ഈ സൈഡ് ഇന്നർ എഡ്ജ്, ഇത് ഔട്ടർ എഡ്ജും ആണെങ്കിൽ ഈ ക്രൗണിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഈ സാധനം പിന്നെ ഇങ്ങോട്ടാവും, പിന്നെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരും, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ക്രൗണിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഈ സൈഡിൽ ഔട്ടർ എഡ്ജിനെ നമുക്ക് റേസ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്. ഇതാണ്. അപ്പോൾ എന്താണ് അവിടെ സൂപ്പർ എലിവേഷൻ അറ്റൈൻ ചെയ്യാലോ അല്ലേ. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഇതിന് ഡിസഡ്വാൻറ്റേജ് ലാർജ് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ ഓൺ ഔട്ടർ ഹാഫ്. ഔട്ടർ ഹാഫിൽ നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഡ്രൈവർ ഹാവ് ദി ടെൻഡൻസി ടു റൺ ദി വെഹിക്കിൾ അലോങ് ഷിഫ്റ്റഡ് ക്രൗൺ. അപ്പം അതേപോലെ തന്നെ ഡ്രൈവേഴ്സിന് അങ്ങനത്തെ സ്ഥലത്തൂടെ വണ്ടി ഓടിക്കുമ്പം അവർക്ക് ഈ ഷിഫ്റ്റ് ചെയ്ത് പോയ പോർഷനിൽ കൂടെ റൺ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാര്യം അങ്ങനെ പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നത്. അടുത്ത രണ്ടാമത്തെ മെത്തേഡ് ആയിരുന്നു റൊട്ടേഷൻ ഓഫ് പേയ്മെന്റ് ടു അറ്റൈൻ ഫുൾ സൂപ്പർ എലിവേഷൻ. ഇതും രണ്ട് രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ റൊട്ടേഷൻ അബൌട്ട് ദി സെൻട്രൽ ലൈൻ. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഗ്രീൻ ലൈൻ സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ ആ സെൻട്രൽ ലൈൻ അബൌട്ടായിട്ട് നമ്മൾ പേയ്മെന്റിനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഡിപ്രസിങ് ദി ഇന്നർ, ഇത് ഇന്നർ എഡ്ജും ഇത് ഔട്ടർ എഡ്ജും ആണെങ്കിൽ ഇന്നർ എഡ്ജിനെ നമ്മൾ ഡിപ്രസ് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നു. റേസിങ് ദി ഔട്ടർ എഡ്ജ്. ഓക്കെ, ഇതും E/2 വാല്യൂയും ഇതും E/2 വാല്യൂ, ഈച്ച് ബൈ ഹാഫ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷൻ. അപ്പോൾ E/2 ആണല്ലോ. E/2 എമൗണ്ടിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു സെൻട്രൽ ലൈൻ അബൌട്ടായിട്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എർത്ത് വർക്ക് ഇസ് ബാലൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എർത്ത് വർക്ക് ചെയ്യുന്നത് ബാലൻസ്ഡ് ആയിട്ടായിരിക്കും. വെർട്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ദി സെൻട്രൽ ലൈൻ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഡിസഡ്വാൻറ്റേജ് ഡ്രെയിനേജ് പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഡിപ്രസിങ് ദി ഇന്നർ എഡ്ജ് ബിലോ ദി ജനറൽ ലെവലിനെക്കാളും ഇന്നർ എഡ്ജ് ഇച്ചിരി ഡിപ്രസ് ചെയ്യുവാണല്ലോ, അതുകൊണ്ട് അവിടെ ഡ്രെയിനേജ് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അടുത്ത് ഈ പറഞ്ഞ റൊട്ടേഷൻ പേയ്മെന്റിന്റെ റൊട്ടേഷൻ ആണ് സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ റൊട്ടേഷൻ അബൌട്ട് ദി ഇന്നർ എഡ്ജ് raising both the center line as well as the outer edge. Outer edge is raised by the total amount E. എന്താണ് ഇത് ഇന്നർ സൈഡും ഇത് ഔട്ടർ സൈഡും ആണെങ്കിൽ നമ്മൾ ഔട്ടർ സൈഡിനെ റേസ് ചെയ്യാൻ പോവാണേ ഇന്നർ എഡ്ജിന് അബൌട്ട് ആയിട്ട്. അപ്പം ഇന്നർ എഡ്ജ് അവിടെ തന്നെ നിന്നിട്ട് ഔട്ടർ എഡ്ജ് പൊക്കും. അപ്പം ഔട്ടർ എഡ്ജിന്റെ കൂടെ ഈ സെൻട്രൽ പോർഷൻ സെൻറ്ററും റേസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ എമൗണ്ടിലായിരിക്കും നമ്മൾ റേസ് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ അധികം ഡ്രെയിനേജ് പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ അഡീഷണൽ എർത്ത് ഫില്ലിങ് ചെയ്യേണ്ടി വരും. എർത്ത് ഫില്ല് ചെയ്യണമല്ലോ, റോഡ് സർഫസ് ഇങ്ങനെ വരണമെങ്കിൽ ഇവിടെ ഈ സൈഡിൽ എർത്ത് ഫില്ല് ചെയ്യേണ്ടി വരും. സെൻട്രൽ ലൈൻ ഓഫ് ദി പേയ്മെന്റ് ഈസ് ഓൾസോ റേസ്ഡ്. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ദി റോഡ് ചേഞ്ച് ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് അറ്റൈൻമെന്റ് ഓഫ് സൂപ്പർ എലിവേഷനെ പറ്റി പറയാനുള്ളത്. രണ്ട് മെയിൻ മെത്തേഡ്സും ഓരോന്നിനും രണ്ട് സബ് മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗർ വരയ്ക്കുക, അതിന് പേര് കൊടുക്കുക, എങ്ങനെയാണ് ചെയ്യുന്നതുള്ളത്, എത്ര എമൗണ്ട് ആണ് റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം കുറേ തിയറി ആയിട്ട് അതെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അതാണ് ജസ്റ്റ് ഒരു ഫിഗറും കാര്യവും പറഞ്ഞത്. നിങ്ങൾക്ക് വേണം ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വേണേൽ പഠിക്കാം. ഓക്കെ, എനിവേ ഇതിൻ്റെ ഫിഗറും അതേപോലെ തന്നെ എന്താണെന്നുള്ളതും കൂടെ മിനിമം കുറച്ചെങ്കിലും പഠിച്ചു നോക്കുക. ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യമെങ്കിലും മിനിമം ഈ ഒരു അറ്റൈൻമെന്റ് ഓഫ് സൂപ്പർ എലിവേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് റേഡിയസ് ഓഫ് ഹൊറിസോണ്ടൽ കർവ്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ കർവിൻ്റെ റേഡിയസ് നമുക്ക് രണ്ട് മിനിമം സ്പീഡ് ആയിരിക്കുമ്പോഴും റൂളിംഗ് സ്പീഡ് ആയിരിക്കുമ്പോൾ ഉള്ള ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, രണ്ടും സെയിം ഇക്വേഷൻ ആണ്, ആ വിയുടെ വാല്യൂവിന് മാത്രം വ്യത്യാസം വരുന്നതേ ഉള്ളൂ. ദ റൂളിംഗ് മിനിമം റേഡിയസ് ഓഫ് ദി കർവ് ആർ റൂളിംഗ് ഫോർ റൂളിംഗ് ഡിസൈൻ സ്പീഡ് വി മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ, ഓക്കെ, ആർ റൂളിംഗ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, അവിടുത്തെ വി വാല്യൂ, വി റൂളിംഗിന്റെ വാല്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ജി ഇൻറ്റു ഇ പ്ലസ് എഫ്. ഈ ഇക്വേഷൻ എന്തെങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ സാധാ ഇക്വേഷൻ അല്ലേ, ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. അതിനകത്ത് ആറ് അപ്പുറത്തോട്ടും ഇ പ്ലസ് എഫ് ഇങ്ങോട്ടും വന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആർ റൂളിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടുത്തെ ആ വി റൂളിംഗിന്റെ വാല്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ജി ഇൻറ്റു ഇ പ്ലസ് എഫ്. ഇനി ഇത് മിനിമം ഡിസൈൻ സ്പീഡ് വി മിനിമം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടെങ്കിൽ ദ അബ്സല്യൂട്ട് മിനിമം റേഡിയസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ആ വി റൂളിംഗിന്റെ അവിടെ മിനിമം ഡിസൈൻ സ്പീഡ് ആയെന്നേ ഉള്ളൂ. ഓക്കെ, ഇക്വേഷൻ എല്ലാം സെയിം ആണ്, ജസ്റ്റ് ആ വിയുടെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു കേസിൽ എന്താണ് വി കൊടുക്കേണ്ടത് എത്രയാണ്? ഇപ്പോൾ 20 km/h ആണെങ്കിൽ
20 കിലോമീറ്ററിൻ്റെ 20 × 5/18 എന്ന് വെച്ചാൽ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാം നിങ്ങൾക്ക്. അത് ഡയറക്റ്റ് നമുക്ക് കിലോമീറ്ററിൽ ആൻസർ ഇടാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷനാണ്. നിങ്ങളിത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദി വാല്യൂസ് ഓഫ് റൂളിംഗ് മിനിമം റേഡിയസ് ആൻഡ് അബ്സല്യൂട്ട് മിനിമം റേഡിയസ് ഓഫ് ദി ഹൊറിസോണ്ടൽ കർവ് ഓഫ് എ NH in plain terrain. Assume ruling design speed and minimum design speed as 100 and 80 km/h respectively. ഓക്കെ, അപ്പം എന്താണ് വി റൂളിങ്ങിൻ്റെ വാല്യൂ എത്രയാണ്? 100 km/h. വി മിനിമം സ്പീഡ് എന്ന് പറയുന്നത് 80 km/h. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്തെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇയുടെ വാല്യൂ 0.07 എന്നും എഫിൻ്റെ വാല്യൂ 0.15 എന്നങ്ങ് അസ്യൂം ചെയ്തു. അപ്പം എന്താണ് റൂളിംഗ് മിനിമം റേഡിയസും പിന്നെന്താണ് അല്ലാതെ അബ്സല്യൂട്ട് മിനിമം റേഡിയസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഇക്വേഷൻ ഇല്ലേ, അത് തന്നെ. റൂളിംഗ് എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഓർത്താൽ മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്കിനകത്തെല്ലാം ഇങ്ങനത്തെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? വി റൂളിംഗ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ജി ഇൻറ്റു ഇ പ്ലസ് എഫ് അല്ലേ. അപ്പം നമ്മുടെ കേസിൽ 100 × 5/18 the whole square divided by 9.81 into ബ്രാക്കറ്റിനകത്ത് 0.07 + 0.15. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 357.9 മീറ്റർ ആണ്. നമുക്ക് റൗണ്ട് ചെയ്ത് വേണം എഴുതാം. അതേപോലെ തന്നെ മിനിമത്തിനുള്ള ഇക്വേഷൻ എഴുതാം. അവിടെ ആകപ്പാടെ വ്യത്യാസം 80 കിലോമീറ്റർ ആണെന്നേ ഉള്ളൂ. 80 × 5/18 the whole square ജി ഇൻറ്റു ഇ പ്ലസ് എഫ് ചെയ്യുമ്പോൾ 229.1 മീറ്റർ എന്ന് കിട്ടും. Okay, therefore providing ruling minimum radius of 360 meter and absolute minimum radius of 230 meter. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞതെല്ലാം പ്രോബ്ലംസ് എല്ലാം എഴുതുക. ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ്റെ ആ പോർഷൻ ഇല്ലേ, അതിൽ ആ സ്റ്റെപ്പ് എഴുതുക. ഇന്നത് ആദ്യം ഇത് ചെയ്യണം, അത് ചെയ്താൽ അതിൽ വാല്യൂ ലെസ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അങ്ങനത്തെ ആ ഒരു ഡിസൈൻ കൃത്യമായിട്ട് എഴുതുക. അതേപോലെ തന്നെ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കിൽ എഴുതുക, ലെക്ചർ നോട്ടായിട്ട്. എന്നിട്ട് അത് വേണം നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പിള്ളേർ ചെയ്ത് നോക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.